നമസ്കാരം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. മറ്റെല്ലാം വിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ പിടിച്ചായി എം.വി. ജയരാജൻ്റെ കളികളിപ്പോൾ. ഈ വരികളൊന്ന് തെറ്റാതെ മര്യാദയ്ക്ക് ചൊല്ലാൻ ശേഷിയില്ലാത്ത ഈ ജയരാജൻ ഇന്ന് പറയുന്നതെന്ന് കേൾക്കണം. അന്നവും വസ്ത്രവും മുട്ടില്ലാതെ ഞങ്ങൾക്ക് തരുന്നത് ആരോ അതാണ് ഞങ്ങൾക്ക് തമ്പുരാൻ. ഈ ലോകത്തിലെല്ലാം അന്നവും വസ്ത്രവും നൽകുന്നവർ ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരാണ് ഞങ്ങളുടെ ദൈവം, അല്ലാതെ വ്യക്തികളല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അവദാനങ്ങൾ എത്ര പാടിയിട്ടും ജയരാജന് മതി വരുന്നില്ല. ഇതേ ഗുരുവിൻ്റെ ഫ്ലോട്ടുണ്ടാക്കി കഴുത്തിൽ കയറിട്ട് ശൂലം കൊണ്ട് കുത്താൻ ചെന്നതും ആരും മറന്നിട്ടില്ല ജയരാജ. CPMൻ്റെ ദൈവം പിണറായി വിജയനും അടിമകൾ നിങ്ങൾ ഭക്തരുമാണ്. ആ ദൈവം തരുന്നത് മേടിച്ച് തിന്നുകയോ ഉടുക്കുകയോ, തരുന്ന കാറിൽ കയറി നടക്കുകയോ, കമ്മീഷൻ കിട്ടുന്നത് വാങ്ങുകയോ എന്തു വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. അടിമകളല്ലാത്ത മനുഷ്യരൊക്കെ അധ്വാനിച്ച് കഴിയുന്നവരാണ്. അവർക്ക് നിങ്ങളുടെ പിണറായി തമ്പുരാനെ പ്രീതിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല ജയരാജ. അന്നവും വസ്ത്രവും മാത്രമല്ല, നാടിനെ പിഴിഞ്ഞുണ്ടാക്കിയതൊക്കെ എത്രയെന്ന കണക്ക് ആദ്യം നിങ്ങളൊന്ന് എടുത്തു നോക്ക്. കമ്മ്യൂണിസ്റ്റുകളാണത്രേ ലോകത്ത് മുഴുവൻ അന്നവും വസ്ത്രവും കൊടുക്കുന്നത്. ഇതും പറഞ്ഞ് ബംഗാളിലും ത്രിപുരയിലും ആദ്യം ഒന്ന് ചെന്നു നോക്ക്. അവർ ചൂലിൻ്റെ കെട്ടെടുക്കും. വിവരദോഷം കൂടപ്പിറപ്പായ എം.വി. ജയരാജന് ഈ പറച്ചിലൊക്കെ ഒരുതരം രസമാണ്. അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ പിന്നൂണിന് എന്തു ചെയ്യുമെന്ന് ചോദിക്കും പോലെ അന്നെന്നുള്ളത് കേന്ദ്രത്തിൽ നിന്നും കടമെടുത്ത് നാട്ടുകാരെ നികുതിയിലും സെസ്സിലും കുടുക്കി പിഴിഞ്ഞുണക്കിയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇനി സഖാക്കൾ പെൻഷൻ വിതരണത്തിൻ്റെ പടമിട്ടൊരു കുന്തിളിപ്പും വിഷു ആശംസകൾ നേരലുമുണ്ട്. 1 ലിറ്റർ പെട്രോളിൽ 2 രൂപ വീതം സെസ് ഈടാക്കിയാണ് ഇപ്പോഴും പെൻഷൻ നൽകുന്നത്. അന്നവും വസ്ത്രവും മാത്രമല്ല, നിങ്ങൾക്കുള്ള മാസപ്പടിയും തരുന്നത് ദൈവമല്ല കർത്താക്കന്മാരാണ് ജയരാജ. പിന്നെ കുറേ മുതലാളിമാരും. ഒരു ഗത്യന്തരവുമില്ലാതെ നാറി നനഞ്ഞൊട്ടി കേസും പുക്കാറുമായി നടക്കുമ്പോൾ ഗുരുവിൻ്റെ 4 വരിയും കടമെടുത്ത് വന്നിരിക്കുകയാണ് പ്രകാശം പരത്തുന്ന ജയരാജൻ. നിങ്ങളുടെ എമ്പുരാനും തമ്പുരാനും തമ്പുരുമോളും പാർട്ടിയുടെ സ്വത്താണെന്ന് കരുതി നാട്ടുകാർ ഉണ്ണുന്നതിനും ഉടുക്കുന്നതിനുമൊന്നും അവകാശവും പറഞ്ഞുകൊണ്ട് വരരുത്. അന്നം തരുന്ന ആ തമ്പുരാൻ്റെ പാതാരബിന്ദങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നോ ജയരാജ. എം.വി. ജയരാജൻ ഇപ്പോൾ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ വന്നിരിക്കുന്നത് പി. ജയരാജൻ്റെ ഫ്ലെക്സുകൾ നാടാകെ പൊങ്ങിയപ്പോഴുള്ള ചമ്മൽ കാരണമാണ്. മാർക്സിൻ്റെ ചുവപ്പിൽ നിന്നും ഗുരുവിൻ്റെ മഞ്ഞയിലേക്കും അതിൽ നിന്നും കാവിയിലേക്കുമാണ് പാർട്ടിയുടെ സഞ്ചാരം. അടി പറഞ്ഞു നിൽക്കുമ്പോൾ രക്ഷിക്കാൻ മാർക്സ് വരില്ലെന്നും ശ്രീനാരായണ ഗുരു തന്നെ വേണമെന്നുമുള്ള പാഠം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ മനസ്സിലാക്കിയതാണ് നിങ്ങൾ. ഈ ക്യാപ്സൂൾ ജയരാജൻ പതിവായി ഇറങ്ങി വരണം. അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ വായ്ത്താളം നിലച്ചു പോകും, ഫലിതം വറ്റിപ്പോകും. നന്ദി.